സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ചേട്ടന്മാര് പടക്കം പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ആയു. മധുരം വെപ്പ് കളറാക്കാനുള്ള വെടിക്കെട്ടിന്റെ തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്ങോട് കൂടി ഈ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ സുഹൃത്ത് സരുണും വൈഫും പുടവ് കൊടുക്കാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് കേക്ക് കട്ടിങ് തുടങ്ങിയത്. അങ്ങനെ ഒരു വശത്ത് കേക്ക് കട്ടിങ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ യായു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെടിക്കെട്ട് മറുവശത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെയായിരുന്നു ഈ ഒരു വെടിക്കെട്ട്. യായു ശരിക്കും എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ വന്ന എല്ലാവരും തന്നെ എൻജോയ് ചെയ്തെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവരും വെടിക്കെട്ട് തീരുന്നവരെ ഫുള്ള് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നും കണ്ടില്ലെങ്കിലും ഡെയിലി ഫോണൊന്നും വിളിച്ചില്ലെങ്കിലും നമുക്കൊരാവശ്യം വരുമ്പോൾ ഓടി വരുന്ന ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ. അതുപോലെ എന്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ശരുൺ. ശരുണിന്റെ അളിയന്റെ കല്യാണമാണ് നാളെ. പ്രത്യേകിച്ച് അങ്ങനെ ആരും കൊണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു പഠിക്കും. ഫുഡ് നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഇവിടെ നിന്ന് സദ്യയായിരുന്നു. സദ്യ എന്ന് പറഞ്ഞാൽ കിടിലൻ സദ്യ. ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയത് ഒരു സദ്യ തന്നെയായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റിലും ത്രില്ലിലും വീഡിയോ എടുക്കുന്നതായിരുന്നു സത്യം വിട്ടേ പോയി. ചേട്ടന്റെ നേതൃത്വത്തിലായിരുന്നു കരിമരുന്ന് കലാപ്രകടനങ്ങളല്ല. ഇത് ചേട്ടന്റെ കൊച്ചാണേ. അമ്മ പിന്നെ എല്ലാവരോടും പെട്ടെന്ന് അങ്ങ് മിങ്കിളാവും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് അച്ഛനെ അമ്മേനെ കാണുന്നെങ്കിൽ പണ്ട് തൊട്ട് പരിചയമുള്ള പോലെയാണ് സംസാരം. ശേഷം അച്ഛനോടും അമ്മയോടും എല്ലാം യാത്ര പറഞ്ഞ് വണ്ടി കിടക്കുന്നിടത്തേക്ക്. വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ കുറച്ച് ഇരുട്ടുള്ള റോഡായതുകൊണ്ട് ശരുൺ അവിടെ വരെ കൂടെ. ശേഷം വണ്ടി എടുത്ത് വന്ന വഴിക്ക് ശരുണിന്റെ വൈഫിനോടും ശരുണിനോടും വീണ്ടും യാത്രയും പറഞ്ഞ് നേരെ പാലായിലേക്ക്.